ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 8ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ജ്യൂസ് അടിക്കാനുള്ള മുന്തിരി പുഴുങ്ങിയെടുക്കുന്ന പ്രക്രിയയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മുന്തിരി ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം. കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം പുഴുങ്ങിയെടുക്കാനായിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരി പുഴുങ്ങൽ പ്രക്രിയ ഏകദേശം കഴിയാറായിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ മുന്തിരി. ഇനി ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടാറിയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഡിസേർട്ടിലേക്ക് കിടക്കാം. ഇന്ന് ബൂസ്റ്റ് പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ചൈന ഗ്രാസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 ഗ്രാമോളം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി അത് ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കുതിർക്കാൻ വെക്കാം. ചൈന ഗ്രാസ് സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 700 ml പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഈ പാല് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. ഇതേ സമയം നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പാലിലേക്കിനി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എങ്ങനെയാണ് എത്രത്തോളം ടേസ്റ്റ് വേണം അതിനനുസരിച്ച് നമുക്ക് ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുഡിങ്ങിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേ സമയം നമ്മുടെ ചൈന ഗ്രാസും മെൽറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബൂസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷമാണ് ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുഡിംഗ് ട്രേയിലേക്ക് നമുക്കിത് അരിച്ചിട്ടും ഒഴിക്കാം കേട്ടോ. പക്ഷേ ഞാൻ അരിക്കുന്നില്ല. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റും കൂടെ ഒന്ന് വിതറി കൊടുത്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിൽ നമ്മൾ ഈ ബൂസ്റ്റ് വിതറുന്ന പ്രക്രിയ നന്നായി തണുത്തതിന് ശേഷം ചെയ്യുന്നതാവും ഒന്നും കൂടെ നല്ലത്. നമ്മൾ പുഡിങ് സെർവ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് കുറച്ച് ടോപ്പിൽ ബൂസ്റ്റ് പൊടി ഇട്ട് സെർവ് ചെയ്താൽ മതി. അതാണ് നമ്മൾ ആദ്യം ബൂസ്റ്റ് പൊടി ഇതിലേക്ക് ചേർക്കുന്നതിനേക്കാളും നല്ലത്. ഇന്ന് മോമോസ് ആണ് കേട്ടോ നമ്മുടെ സ്നാക്ക്. അപ്പം ഞാൻ എഗ്ഗ് ഫില്ല് ചെയ്തിട്ടുള്ള
മോമോസാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടൊന്ന് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ പെട്ടെന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണ പുരട്ടുന്നത്. ഇനി നമുക്ക് ഓരോ മോമോസ് അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതേ സമയം ചായയിലേക്കുള്ള കറിയും കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചിക്കൻ പാർട്സ് ആണ് കേട്ടോ കറിയാക്കി വെക്കുന്നത്, വരട്ടാണ്. ഇനി നമുക്ക് ജ്യൂസിൻ്റെ പ്രക്രിയ തുടങ്ങാം. നമ്മൾ പുഴുങ്ങി വെച്ച മുന്തിരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അറേഞ്ച് ചെയ്ത് വെക്കാനാണുള്ളത്. ബാങ്കൊക്കെ കൊടുത്തു കേട്ടോ. നമ്മൾ നോമ്പ് തുറക്കുകയാണ്. മോമോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ നമ്മുടെ നോമ്പുതുറയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്